നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. കേരളത്തിൽ നിന്നും ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്ന തീർത്ഥാടകരുടെ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും കേരളത്തിലും സൗദിയിലും പൂർത്തിയാകുന്നുവെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടെന്നും ഡോക്ടർ ഹുസൈൻ സഖാഫി 24നോട് പറഞ്ഞു. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട്. ജൂൺ ആദ്യവാരത്തിലാണ് ഇത്തവണത്തെ ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും കേരളത്തിലും മക്കയിലും മദീനയിലുമെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഇപ്പോൾ സൗദി സന്ദർശിക്കുകയാണ്. കേരളത്തിലുള്ള ഹാജിമാർക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം മക്കയിലും മദീനയിലുമെല്ലാം പോയി വിലയിരുത്തുകയുണ്ടായി. ജിദ്ദയിലെത്തിയ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇത്തവണ ഇതുവരെ എവിടെ എത്തി? നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പ്രത്യേകം തന്നെ ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും സമയബന്ധിതമായി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഖലയിൽ നമ്മൾ കേരള ഹജ്ജ് കമ്മിറ്റി ഇതര സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളെക്കാളും ബഹുദൂരം മുന്നിലായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട്. അതിൽ കരിപ്പൂർ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നുള്ള യാത്രക്കാരിൽ നിന്ന് കൂടുതൽ നിരക്ക് ഹജ്ജിമാരിൽ നിന്ന് ഈടാക്കുന്ന ഒരു സ്വഭാവം ഈ വർഷവും ഉണ്ട്. 40,000-ഓളം രൂപയാണ് കൂടുതൽ വാങ്ങുന്നത്. ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു മറുപടിയായിട്ട് വന്നിട്ടുള്ളത് അതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ്. അതോടുകൂടി നമ്മൾ വീണ്ടും നിരാശരാകുകയാണ്. ആ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കാണോ പോകുന്നത്? കോടതി ഇത് പരിഗണിച്ചുകൊണ്ട് പറഞ്ഞത് നമ്മളിപ്പോൾ ഇതിലിടപെട്ടാൽ ഈ വർഷത്തെ ഹജ്ജിനെ തന്നെ അത് ദോഷകരമായി ബാധിക്കും എന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കോടതി ഇടപെടാതെ തന്നെ ഇതിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായിക്കൂടായികയില്ല എന്ന് കരുതാനുള്ളൊരു വക അവിടെ നിലനിൽക്കുകയാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയും സമയമായിട്ടും ഈ ഔദ്യോഗികമായിട്ട് നമ്മുടെ വിമാന നിരക്കുകൾ എത്രയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഏതായാലും 1.25 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തുന്നത്. ഇവർക്ക് മക്കയിലും മദീനയിലും ആവശ്യമായ താമസം, യാത്ര, ഭക്ഷണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ സാലി റുംബിയോടൊപ്പം ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം, 24. റമദാനിലെ ആദ്യ പകുതിയിൽ നടത്തിയ പരിശോധനയിൽ ഷാർജയിൽ 107 ഭിക്ഷാടകർ പിടിയിലായി. 50,000 ദിർഹത്തിലേറെ പണവും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഭിക്ഷാടനം കുറ്റകൃത്യവും ദാനം ഉത്തരവാദിത്വവുമാണെന്ന പേരിൽ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായത്. ഇവരിൽ 20 പേർ സ്ത്രീകളാണ്. ദുബായ് മെട്രോയുടെ അൽ ഖായിൽ മെട്രോ സ്റ്റേഷന്റെ പേര് മാറ്റി. സ്റ്റേഷൻ ഇനി മുതൽ അൽ ഫർദാൻ എക്സ്ചേഞ്ച് സ്റ്റേഷൻ എന്നറിയപ്പെടും. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. മെട്രോ റെഡ് ലൈനിൽ ദുബായ് ഇന്റർനെറ്റ് സിറ്റിക്കും ശോഭ റിയാലിറ്റിക്കും ഇടയിലാണ് അൽ ഫർദാൻ എക്സ്ചേഞ്ച് സ്റ്റേഷൻ. കരാറിന്റെ ഭാഗമായി അൽ ഫർദാൻ എക്സ്ചേഞ്ചിന് പ്രത്യേക ബ്രാൻഡ് പ്രാതിനിധ്യം ലഭിക്കും. ദുബായിലെ തൊഴിലാളികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്താനുള്ള പദ്ധതിക്ക് തുടക്കമിട്ട് നൂർ ദുബായ് ഫൗണ്ടേഷനും അക്കാഫ് അസോസിയേഷനും. ഇതിന്റെ ഭാഗമായുള്ള ധാരണാപത്രത്തിൽ അക്കാഫ് അസോസിയേഷൻ പ്രതിനിധികളും നൂർ ദുബായ് ഫൗണ്ടേഷൻ പ്രതിനിധികളും ഒപ്പുവച്ചു. UAE പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായാണ് UAEയിലെ പ്രമുഖ സന്നദ്ധ സംഘടനയായ നൂർ ദുബായ് ഫൗണ്ടേഷനും അക്കാഫ് അസോസിയേഷനും ചേർന്ന് പദ്ധതി നടപ്പാക്കുന്നത്. ഒരു വർഷം മുഴുവൻ തൊഴിലാളികൾക്കായി നേത്ര പരിശോധനാ ക്യാമ്പുകളും ആവശ്യമുള്ളവർക്ക് ശസ്ത്രക്രിയകളും നടത്താനുള്ള സാഹചര്യം ഉറപ്പാക്കുന്നതിനായി ഇരു കൂട്ടരും സഹകരിച്ച് പ്രവർത്തിക്കും. പദ്ധതിയുടെ ഭാഗമായി വിവിധ ലേബർ ക്യാമ്പുകളിലായി ഇതുവരെ 666 ആളുകൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തിയിട്ടുണ്ട്. 80 വനിതകളും 586 പുരുഷന്മാരും അടങ്ങുന്ന തൊഴിലാളികളാണ് നേത്ര പരിശോധനാ ക്യാമ്പ് പ്രയോജനപ്പെടുത്തിയത്. അതിൽ 190 പേർക്ക് കണ്ണടകൾ വിതരണം ചെയ്തതായും അധികൃതർ അറിയിച്ചു. ലേബർ ക്യാമ്പുകളിലെ അക്കാഫിന്റെ ഇഫ്താർ കിറ്റ് വിതരണത്തോടനുബന്ധിച്ചാണ് നേത്ര പരിശോധനയും നടത്തുന്നത്. ഭാവിയിൽ കണ്ണ് പരിശോധനാ ക്യാമ്പുകളും ആവശ്യമായ ശസ്ത്രക്രിയകൾ നൽകാനുള്ള പിന്തുണയും ഉറപ്പാക്കുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. Hopefully with the MOU we look for a year-long collaboration. There is no set target. We're open for all. What we're targeting is we have a camp every week and we do at least 100 screenings per week. As per the schedule we have signed. നൂർ ദുബായ് ഫൗണ്ടേഷൻ നാഷണൽ ഏർലി ഡിറ്റക്ഷൻ പ്രോഗ്രാം മാനേജർ ഒമർ അലി, നൂർ ദുബായ് ഫൗണ്ടേഷൻ പ്രതിനിധികളായ വലീദ് ഹുസൈൻ, നൂറ അബ്ദുള്ള, അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ടി ജോസഫ് തുടങ്ങിയവർ ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 ദുബായ്.
കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 220 കോടി ദിർഹത്തിന്റെ ജീവകാരുണ്യ പദ്ധതികൾ നടപ്പിലാക്കി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ്. 118 രാജ്യങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുറത്തിറക്കിയ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനീഷ്യേറ്റീവിന്റെ പ്രവർത്തന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 118 രാജ്യങ്ങളിലെ 15 കോടിയോളം ജനങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചത്. 220 കോടി ദിർഹത്തിന്റെ ജീവകാരുണ്യ പദ്ധതികളാണ് ഒരു വർഷത്തിനിടെ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനീഷ്യേറ്റീവ്സ് നടപ്പാക്കിയത്. UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവകാരുണ്യ പ്രവർത്തകർ നൽകുന്ന പിന്തുണ പ്രശംസനീയമാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി നടപ്പാക്കിയ മദേഴ്സ് എൻഡോവ്മെന്റ് ക്യാമ്പയിൻ, 1 മില്യൺ മീൽസ് എൻഡോവ്മെന്റ് ക്യാമ്പയിൻ എന്നിവ പ്രത്യേകം എടുത്തു പറയേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഫാദേഴ്സ് എൻഡോവ്മെന്റ് പദ്ധതിക്ക് പിന്തുണ നൽകിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഉൾപ്പെടെയുള്ളവർക്ക് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം മെഡൽ ഫോർ ഫിലാന്ത്രോപ്പി ഷെയ്ഖ് മുഹമ്മദ് സമ്മാനിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയും MBRGI വൈസ് ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം മറ്റു മന്ത്രിമാർ എന്നിവർ പങ്കെടുത്തു. 24 ദുബായ്. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. SKN40 മൂന്നാം ദിനം. ലഹരിക്കും അക്രമത്തിനുമെതിരെ SKN നയിക്കുന്ന കേരള യാത്രയ്ക്ക് ജന്മനാട്ടിൽ ആവേശോജ്വല വരവേൽപ്പ്. കോരിച്ചൊരിയുന്ന മഴയിലും ആവേശം ചോരാതെ നൂറുകണക്കിന് ആളുകളാണ് മേലിലയിലും കുന്നിക്കോട്ടും 24ന്റെ ജനകീയ ക്യാമ്പയിന് പിന്തുണയുമായി എത്തിയത്. പുനലൂരിൽ നിന്നും വിളക്കുടി സ്നേഹതീരത്തേക്കെത്തിയപ്പോൾ വൈവിധ്യമാർന്ന ചമയങ്ങളുടെയും ബാൻഡുമേളത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു SKNനെ വരവേറ്റത്. സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിനും പൗരപ്രമുഖരും സ്നേഹതീരം അന്തേവാസികളുമടക്കം നിരവധി പേർ കേരള യാത്രയെ സ്വീകരിച്ചു. വിളക്കുടിയിൽ നിന്നും ഓട്ടോ റാലിക്കൊപ്പം അണിചേർന്ന 6 മണിയോടെ SKN കുന്നിക്കോട് ജംഗ്ഷനിലെത്തി. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വ്യാപാരികളുമെല്ലാം ചേർന്ന് യാത്രയെ സ്വീകരിച്ചു. കാർഗിൽ പോരാളി സജീവ് ഗോപാലപിള്ളയുടെ അമ്മ കുട്ടിയമ്മ പ്രായത്തിന്റെ അവശതകളെ അവഗണിച്ച് SKN നയിക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി വേദിയിലെത്തി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും വനിതകളും ഉൾപ്പെടെയുള്ളവർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ഇതിനിടെ കോരിച്ചൊരിയുന്ന മഴ. പെരുമഴയെയും തോൽപ്പിച്ച് ലഹരിക്കെതിരായ കൂട്ടായ്മയ്ക്കെത്തിയവർ SKNനെ കേട്ടു. കുന്നിക്കോട് നിന്നും SKN പേരിനോട് ചേർത്തുവെച്ച മേലില എന്ന ജന്മനാട്ടിലേക്ക്. മാധ്യമമേഖലയിൽ 40 വർഷം പൂർത്തീകരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരനെ ആശംസിക്കാനും ലഹരിക്കെതിരായ അദ്ദേഹത്തിന്റെ വേറിട്ടാശയത്തെ പിന്തുണയ്ക്കാനും ഗ്രാമമൊന്നാകെ മേലില ക്ഷേത്ര മൈതാനിയിലെത്തി. സഹപാഠികളും നാട്ടുകാരും SKNനും പരസ്പരം ഓർമ്മകൾ പങ്കുവച്ചു. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ ഞങ്ങൾ ക്ലാസ്സിലൊന്നും പഠിക്കാം. എന്റെ ആരോഗ്യമൊക്കെ നോക്കിയിരുന്ന രഘുവായിരുന്നു. എനിക്ക് ആരെങ്കിലും ഒരു അടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിൻബലമായിട്ട് ഈ മണ്ണിൽ വളർന്നു. ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ കടയായിരുന്നു, റേഷൻ കട ഉണ്ടായിരുന്നു. അങ്ങനെ വളർന്നതാണ് ഞങ്ങൾ. നാടിന്റെ ആവശ്യങ്ങൾ നിവേദനങ്ങളാക്കി നൽകി. കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അവിടെ നിന്നും ചെങ്ങമനാട്ടിലേക്കും അതുകഴിഞ്ഞ് കൊട്ടാരക്കരയിലേക്കും യാത്ര നീണ്ടു. 24 കൊല്ലം. കുവൈറ്റ് പ്രവാസിയും കലാസാമൂഹിക സാംസ്കാരിക രംഗത്തെ സാന്നിധ്യവുമായിരുന്ന ഡോക്ടർ പ്രശാന്തി ദാമോദരൻ നിര്യാതയായി. 46 വയസ്സായിരുന്നു. കൊല്ലം ശാസ്താംകോട്ട വിളന്തറയിൽ സ്വദേശിനിയാണ്. കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് അനലിസ്റ്റായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കുവൈറ്റിൽ നിന്ന് നാട്ടിലെത്തിക്കുകയും തുടർ ചികിത്സ നടന്നുവരികയുമായിരുന്നു. ഇതിനിടെയാണ് മരണം. കുവൈറ്റിൽ മലയാളി മരിച്ചു. കോട്ടയം മുണ്ടക്കയം സ്വദേശി അലക്സ് ബിനോ ജോസഫാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. അസുഖബാധിതനായി ഫർവാനിയ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഭാര്യ ഡാലിയ അലക്സ്, മകൻ ബെൻ അലക്സ്.
ദുബായ് എമിറേറ്റിലെ ഫ്രീ സോണുകളിലെ സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ മെയിൻലാൻഡിലും ഓഫീസുകൾ തുറക്കാം. നിയമഭേദഗതിക്ക് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. ഇതിനായി ദുബായ് സാമ്പത്തിക വിനോദസഞ്ചാര വകുപ്പിൽ നിന്ന് ലൈസൻസ് നേടണം. ഇതോടൊപ്പം ഇത്തരം സ്ഥാപനങ്ങൾ മെയിൻലാൻഡിലെ ഫെഡറൽ പ്രാദേശിക നിയമങ്ങൾ പാലിക്കുകയും ഫ്രീ സോണിന് പുറത്തു നടത്തുന്ന പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക സാമ്പത്തിക രേഖകൾ സൂക്ഷിക്കുകയും വേണം. അതേസമയം ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മെയിൻലാൻഡിൽ ഓഫീസ് തുറക്കുന്നതിന് വിലക്കുണ്ട്. റിയാദിലെ മലയാളി സംഘടനകളുടെ പൊതുവേദിയായ ഫോർക്ക റമദാൻ അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു. മലാസൽ വെച്ച് നടന്ന സംഗമത്തിൽ അംഗസംഘടനാ പ്രതിനിധികളും വിവിധ സംഘടനാ നേതാക്കളും പ്രമുഖ വ്യക്തികളും പങ്കെടുത്തു. ഹാഷിം ഉസ്താദിന്റെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച സാംസ്കാരിക പരിപാടി മജീദ് ചിങ്ങോലി ഉദ്ഘാടനം നിർവഹിച്ചു. ഫോർക്ക ചെയർമാൻ റഹ്മാൻ മുനമ്പത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അഡ്വക്കേറ്റ് അബ്ദുൽ ജലീൽ റഹ്മാൻ സന്ദേശവും ജനറൽ കൺവീനർ ഉമ്മർ മുക്കം സ്വാഗതവും പറഞ്ഞു. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചെയർപേഴ്സൺ ഷഹനാസ് അബ്ദുൽ ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക വിഭാഗം കൺവീനർ ഷാഹിർ ആമുഖ പ്രസംഗവും ട്രഷറർ ജിബിൻ സമദ് നന്ദിയും പറഞ്ഞു. സംഘടനാ പ്രതിനിധികളെ പരിപാടിയിൽ ഷാൾ അണിയിച്ച് ആദരിച്ചു. ഷിഹാബ് കോട്ടുകാട്, സലീം കളക്കര, CP മുസ്തഫ, സെബിൻ ഇക്ബാൽ, സുരേന്ദ്രൻ കൂട്ടായി, പുഷ്പരാജ്, ഷാജഹാൻ കല്ലമ്പലം, അബ്ദുൽ സലീം, സുധീർ കുമ്മൽ, അഹമ്മദ് ഷഫീഖ്, അബ്ദുള്ള വല്ലാഞ്ചുറ തുടങ്ങിയവർ സംസാരിച്ചു. റമദാന്റെ സ്നേഹ സന്ദേശം പ്രായോഗികമാക്കി റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. കഴിഞ്ഞ 26 വർഷമായി സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സമൂഹ നോമ്പുതുറ മലയാളികൾ ഉൾപ്പെടെ താഴ്ന്ന വരുമാനക്കാരായ 1000-ഓളം പേർക്കാണ് ദിനേന ആശ്വാസമാകുന്നത്. കഴിഞ്ഞ 26 വർഷമായി റമദാൻ മാസത്തിലെ വൈകുന്നേരങ്ങളിൽ റിയാദിലെ ബത്തഹയിൽ നിന്നും മുടങ്ങാതെ കാണുന്ന കാഴ്ചയാണിത്. റമദാനിൻ്റെ പ്രധാന സന്ദേശങ്ങളിലൊന്നായ സഹജീവി സ്നേഹം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ പ്രവാസികളെ ചേർത്തുപിടിച്ച് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ഒരുക്കുന്ന നോമ്പുതുറയിൽ പങ്കെടുക്കുവാനും വിഭവസമൃദ്ധമായ ഇഫ്താർ കിറ്റുകൾ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകുവാനും 1000-ഓളം പേരാണ് ദിനേനെ ഇവിടെ എത്തുന്നത്. ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാൻ പ്രയാസപ്പെടുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള 1000-ഓളം പ്രവാസികൾക്ക് ദിനേന ലഭിക്കുന്ന ഈ ഇഫ്താർ വിരുന്നും സ്നേഹപ്പൊതിയും കുറച്ചൊന്നുമല്ല ആശ്വാസം പകരുന്നത്. ഇസ്ലാമിക മതകാര്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടെ ബത്ഹ ദഅവ അവയർനെസ് സൊസൈറ്റിയുടെ സഹായത്തിലാണ് റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പൂർണ്ണസജ്ജരായ 40-ഓളം ഇസ്ലാഹി സെൻറ്റർ പ്രവർത്തകരാണ് നോമ്പ് തുറക്കാൻ എത്തുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത്. ആദ്യമെത്തുന്ന 300-ഓളം പേർക്ക് ഇസ്ലാഹി സെൻറ്ററിൻ്റെ വിശാലമായ ഓഡിറ്റോറിയത്തിലും ബാക്കിയുള്ളവർക്ക് ഇഫ്താർ കിറ്റുമായാണ് നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത്. നോമ്പ് തുറക്കാൻ എത്തുന്നവർക്കായി സംഘടനയുടെ നേതൃത്വത്തിൽ വൈജ്ഞാനിക ക്ലാസുകളും മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ മത്സര വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകി വരുന്നുണ്ട്. ഇഫ്താറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് റമദാനിൻ്റെ സ്നേഹ സന്ദേശം കൂടുതൽ മലയാളികളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതായി ഇസ്ലാഹി സെൻറ്റർ GCC കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറും ഇഫ്താർ കമ്മിറ്റി ചെയർമാനുമായ സുൽഫിക്കർ, ഇഫ്താർ കമ്മിറ്റി കൺവീനർ അബ്ദുൽ വഹാബ് പാലത്തിങ്കൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ ജലീൽ, ബത്ഹ ദഅവ അവയർനെസ് സൊസൈറ്റി മലയാളി വിഭാഗം മേധാവി മുഹമ്മദ് കുട്ടി കടന്നമണ്ണ, വളണ്ടിയർ ക്യാപ്റ്റൻ ഇക്ബാൽ വേങ്ങര എന്നിവർ അറിയിച്ചു. വൈജ്ഞാനിക ക്ലാസ്സുകളും അതോടൊപ്പം പുസ്തക വിതരണവും എല്ലാം നടന്നു വരുന്നുണ്ട്. ബത്തയിലെ ഏറ്റവും സാധാരണക്കാരായ മലയാളികൾക്ക് ഷോപ്പുകളിലും മറ്റും ജോലി ചെയ്യുന്ന ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദം നടക്കുന്ന അതിൽ തന്നെ ഏക ഇഫ്താർ കൂടിയാണ് ഈ ജനകീയ ഇഫ്താർ. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. OICC റിയാദിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രചാരണം നടത്തി. ഡ്രഗ്സ് വേണ്ട, ലൈഫ് മതി എന്ന ശീർഷകത്തിൽ നടന്ന പരിപാടിയിൽ ആയിരങ്ങൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ലഹരി എന്ന മഹാവിപത്തിനെതിരെ റിയാദ് OICC റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രചാരണ പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമവേദിയിൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഭഗവാൻ സഹായ് മീന ക്യാൻവാസിൽ ഒപ്പു രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഗ്ലോബൽ കമ്മിറ്റി അംഗം നൌഫൽ പാലക്കാടൻ നോമ്പ് തുറക്ക് തൊട്ടുമുമ്പ് ലഹരി വിരുദ്ധ പ്രതിജ്ഞാവാചകം വായിക്കുകയും പരിപാടിയിൽ പങ്കെടുത്ത ആയിരങ്ങൾ പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയും ചെയ്തു. നാടിനെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന ലഹരി എന്ന മഹാദുരന്തത്തിൽ നിന്നും രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുക എന്ന ദൗത്യത്തിൽ പ്രവാസികൾക്കും ഭാഗമാകാൻ കഴിയുമെന്നും ഇതിനായി പൊതുസമൂഹത്തിൻ്റെ എല്ലാവിധ
എല്ലാവിധ പിന്തുണയും സഹകരണവും ആവശ്യമാണെന്നും പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ റിയാദ് OICC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി PA സലീം സാംസ്കാരിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഷാഫി ഹുദവി ഓമശ്ശേരി റമദാൻ സന്ദേശം നൽകി. സംഘടനാ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാഹസൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അമീർ പട്ടണത്ത് നന്ദിയും പറഞ്ഞു. ഷിഹാബ് കൊട്ടുകാട്, അബ്ദുള്ള വല്ലാഞ്ചിറ, ഡോക്ടർ മുഹമ്മദ് അഷ്റഫ്, ഡോക്ടർ KR ജയചന്ദ്രൻ, സംഗീത അനൂപ്, സുധീർ കുമ്മിൽ, നാസർ കാരക്കുന്ന് എന്നിവർക്കു പുറമെ OICC റീജിയണൽ ജില്ലാ ഭാരവാഹികളും പ്രവർത്തകരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. 24 റിയാദ്. ജിദ്ദ ഷറഫിയ കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. തുടർച്ചയായ 3-ാം വർഷമാണ് കൂട്ടായ്മയുടെ കീഴിൽ വിപുലമായ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത്. ഷറഫിയ ഗ്രൗണ്ടിൽ നടന്ന സംഗമത്തിൽ വിവിധ രാജ്യക്കാരായ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ബാബു ഹരീഷ് പെരിന്തൽമണ്ണ, ഷാജി തുറക്കൽ, സിറാജ്, നിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബഹ്റാൻ മീഡിയ സിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികൾക്കായി ഗ്രാൻഡ് ഇഫ്താർ സംഗമം നടത്തി. സംഘടനാ മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായ ഇഫ്താർ സംഗമം മതമൈത്രി സംഗമവേദി കൂടിയായി. ബഹ്റിനിലെ വിവിധ ലേബർ ക്യാമ്പുകളിൽ നിന്നുള്ള തൊഴിലാളികൾക്കായി ബഹ്റിൻ മീഡിയ സിറ്റി ഒരുക്കിയ ഗ്രാൻഡ് ഇഫ്താറിൽ ഒഴുകിയെത്തിയത് 800-ലധികം തൊഴിലാളികൾ. സഹിഷ്ണുതയുടെ സന്ദേശമുയർത്തി BMCയിൽ നടന്ന ഇഫ്താറിൽ ജാതിമത ഭേദമന്യേ വിവിധ രാജ്യക്കാരാണ് ഒന്നിച്ചത്. BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇഫ്താർ സംഗമം ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ EV രാജീവൻ ഏവർക്കും സ്വാഗതം ആശംസിച്ചു. In democracy, always of the people, by the people and for the people. The same way, BMC Iftar is of the common people, for the working class, by the generous hearts. ഇഫ്താർ സംഗമത്തിൽ മുഖ്യ അതിഥിയായി ബഹ്റിൻ പാർലമെന്റ് അംഗങ്ങളായ ഹസനിദ് ബുക്കമാസ്, മറിയം അൽദൈൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ വാഗ്മിയും പണ്ഡിതനുമായ സെയ്ദ് റമദാൻ നദ്വി, പ്രശാന്ത് കുമാർ, റെവറന്റ് ഫാദർ അനൂപ് എന്നിവർ റമദാൻ സന്ദേശവും നൽകി. ബഹ്റിനിലെ കലാ, സാംസ്കാരിക, ജീവകാരുണ്യ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, വിവിധ സംഘടനകളുടെ നേതാക്കൾ, വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിങ്ങനെ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമായി നിരവധി പേരാണ് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത്. ഇഫ്താർ വിരുന്ന് സമയബന്ധിതമായും കാര്യക്ഷമമായും നടപ്പിലാക്കുന്നതിന് EV രാജീവൻ കമ്മിറ്റി ചെയർമാനും ജനറൽ കൺവീനറായി മണിക്കുട്ടൻ, അജി P ജോയ്, വൈസ് ചെയർമാൻമാരായി അൻവർ നിലമ്പൂർ, സുനിൽ പടവ്, രക്ഷാധികാരികളായി മോനി ഒടിക്കണ്ടത്തിൽ, ഗോപാലൻ, ഷറഫുദ്ദീൻ തുടങ്ങിയവരടങ്ങിയ 51-അംഗ സംഘാടക സമിതി നേതൃത്വം നൽകി. വിവിധ സ്പോൺസർമാരുടെ സഹകരണത്തോടെ ഒരുക്കിയ ഗ്രാൻഡ് ഇഫ്താർ സംഗമം ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ശ്രദ്ധേയമായി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേർ ഇഫ്താറിന്റെ ഭാഗമായതോടെ ഗ്രാൻഡ് ഇഫ്താർ സംഗമം സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന വേദി കൂടിയായി മാറി. जैसा कि हम काफ़ी दूर से आए इधर इफ्तारी के लिए, माशाल्लाह में बहुत अच्छा एहतमाम किया इन लोगों ने. ये मैटर नहीं करता आप बांग्लादेश से, इंडिया से या पाकिस्तान से, मैटर ये करता है मुसलमान. अल्हम्दुलिल्लाह से बहुत अच्छा लगा. बहुत शुक्रिया, थैंक यू. 24 ബഹ്റൈൻ. പ്രവാസി വെൽഫെയർ ദമാം റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഘടിപ്പിച്ചു. കിഴക്കൻ പ്രവിശ്യയിലെ ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായ സൗഹൃദങ്ങളുടെ ഒത്തുകൂടലായി മാറി സംഗമം. പ്രവാസി വെൽഫെയർ ദമാം റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇഫ്താർ സംഘടിപ്പിച്ചത്. സൈഹാത്തിലെ സദാറ റിസോർട്ടിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ കിഴക്കൻ പ്രവിശ്യയിലെ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ എല്ലാം സാന്നിധ്യം ഈ ഇഫ്താർ മറ്റൊരു സൗഹൃദ കൂടിച്ചേരൽ കൂടിയായി മാറുകയായിരുന്നു. റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുറഹീം തിരൂർക്കാട് പ്രവാസി വെൽഫെയറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ, സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരം ഒത്തുചേരലിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ജനറൽ കൺവീനർ ബിജു പൂതക്കുളം, അസിസ്റ്റന്റ് കൺവീനർ ജമാൽ പയ്യന്നൂർ, ആഷിഫ് കൊല്ലം, ഹാരിസ് കൊച്ചിൻ, ജംഷാദ് അലി കണ്ണൂർ, ഉബൈദ് മണാട്ടിൽ, ഐമൻ സയ്യിദ്, ജാബിർ കണ്ണൂർ, സാലിഹ് കോഴിക്കോട്, ഷമീർ കണ്ണൂർ, സിദ്ദീഖ് ആലുവ, നബീൽ പെരുമ്പാവൂർ തുടങ്ങിയവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. സുബൈറുദ്ദീനൂർ, 24 ദമാം. പ്രവാസി വെൽഫെയർ അൽക്കോബാർ മധ്യമേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തക സംഗമവും ഇഫ്താറും സംഘടിപ്പിച്ചു. അഖ്റബിയ സെന്ററിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി താഹ ഹംസ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തകരും പ്രവാസി വെൽഫെയർ പ്രതിനിധിയുമായ AK അസീസ് ഇഫ്താർ സന്ദേശം നൽകി. റീജിയണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഫൗസിയ M മൊയ്തീൻ, മെമ്പർമാരായ ആരിഫ ബക്കർ, അബ്ദുൾ റൌഫ് എന്നിവർ പങ്കെടുത്തു. അനീസ്, ഷിബിലി, ഫർഹദ്, കുഞ്ഞു മുഹമ്മദ്, നിസാർ, ഫൈസൽ, റഹ്മാൻ, ബക്കർ, അനീസ, ആദില എന്നിവർ നേതൃത്വം നൽകി.
തണൽ ചേമഞ്ചേരി റിയാദ് ചാപ്റ്റർ വാർഷിക ഫണ്ട് സമാഹരണ യോഗം ചേർന്നു. റിയാദ് സുലൈയിൽ ചേർന്ന യോഗം തണൽ ചേമഞ്ചേരി പ്രസിഡന്റ് അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. റിയാദ് ചാപ്റ്റർ പ്രസിഡന്റ് ഗഫൂർ കൊയിലാണ്ടി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ തണലിന്റെ പ്രവർത്തനങ്ങളുടെ വാർഷികത്തിൽ ചാപ്റ്റർ നൽകുന്ന ഫണ്ട് വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നൌഫൽ കണ്ണൻകടവ് വിശദീകരിച്ചു. സെക്രട്ടറി മുബാറക് അലി സ്വാഗതവും ട്രഷറർ ഷാഹിൻ നന്ദിയും പറഞ്ഞു. നിലവിൽ തണലിന്റെ കീഴിൽ 32 വൃക്കരോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് നൽകി വരികയും 40-ലേറെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠനവും സ്വന്തമായി ജോലി കണ്ടെത്തുന്നതിനുള്ള പരിശീലനവും നൽകിയെന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഓസ്ട്രേലിയയിലെ ഫ്രേസർ കോസ്റ്റ് മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്ലാസ്മ രക്തദാനം നടത്തി. ഹാർവി ബെയിലെ റെഡ് ക്രോസ് ലൈഫ് ബ്ലഡ് സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ 30ഓളം പേർ പ്ലാസ്മയും രക്തവും ദാനം ചെയ്തു. കമ്മിറ്റി അംഗങ്ങളായ ജോമി എബ്രഹാം, നിതിൻ മേനോൻ, ഹേസൽ ഡിസിൽവ, ജോണി ജോർജ്, അജിത് തമ്പി എന്നിവർ നേതൃത്വം നൽകി. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.